ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. നമുക്ക് കണ്ടന്റ് ക്ഷമമായി തുടങ്ങി ഗായ്സ്. നമുക്ക് 2 ആഴ്ച ട്രെയിനിങ് ആണ്. നമ്മളെ ബോസ് വെക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ട്രെയിനിങ് പോകാന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇടാൻ കണ്ടന്റ് ഇല്ല ഗൈസ്. അപ്പം നമുക്ക് നമ്മളെ കിച്ചൺ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. നമ്മളെ കിച്ചൺ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തില്ല. നമ്മളെ റൂമും കമ്പനിയൊക്കെ പരിചയപ്പെടുത്തും. നമ്മളെ കിച്ചൺ പരിചയപ്പെടുത്തരാം ഗൈസ്. ഇത് നമ്മൾ ഈവനിങ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ്. നമ്മളെ കമ്പനി പെട്രോൾ പമ്പാണ് ഇത്. നമ്മളെ ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ തിരുമ്പി ആറിടലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ കിച്ചണിലേക്ക് പോകാൻ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി കാണിക്കാം. മഞ്ഞുകാലം വന്നാൽ ഇവിടെ ഐസായിരിക്കും ഗൈസ്. റൂഫില്ല, അവിടെ റൂഫുണ്ട്, അവിടെ നമുക്ക് ഗൈസ്. അപ്പം അത് നമ്മളെ ഡൈനിങ് ഹാൾ കാണിച്ചത്, നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. ഇതൊരു ഒരു ഇതിലേക്ക് കയറുന്നു. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഗൈസ്. ഈ ഒരു ഡൈനിങ് ഏരിയ ഒരു എത്ര പേർക്ക് ഇരിക്കാം? 3, 6, 4, 10 പേർക്ക് ഇരിക്കാൻ ഒരു ഡൈനിങ് ഏരിയ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ എന്തുണ്ട്, നമ്മുടെ വാഷ് ബേസിൻ സെറ്റപ്പ്. അതായത് 1, 2, 3 വാഷ് ബേസിൻ ഉണ്ട് ഗൈസ്. സോറി, വാഷ് ബേസിൻ അല്ല, വാഷിംഗ് മെഷീൻ ഗൈസ്. ഇത് ഹീറ്റർ ആട്ടോ. നമ്മൾ ഇവിടെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹീറ്റർ. നമ്മൾ തണുപ്പത്ത് നമ്മൾ ഇത് ഓണാക്കിയിട്ടാലേ നമുക്ക് ഇവിടെയൊക്കെ റൂമിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാ റൂമിലും ബാത്റൂമിലും ഹീറ്റർ ഉണ്ടാവും. അവിടെ നമ്മുടെ ഡൈനിങ് ഹാളിലുണ്ട്, കിച്ചണിലുണ്ട്. കിച്ചണിൽ ഒരു ഫ്രിഡ്ജ്, 2 ഫ്രിഡ്ജ്. ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം. അപ്പോൾ 2 സെറ്റ് ഓഫ് 4 കിച്ചണുള്ളത്. നമ്മളെ ചോറാണ് കിടന്ന് തിളയ്ക്കുന്നത് കേട്ടോ. നമ്മളെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ്ങിന് പോകണം. ഓക്കെ, അപ്പം ഇത് ഇലക്ട്രിക് കിച്ചണാണ്, കംപ്ലീറ്റ് ഇലക്ട്രിക് ആണ്. നമുക്ക് ഒരു അടുപ്പിൽ 4 അടുപ്പുണ്ട്. അതേപോലെ നമ്മൾ വാഷ് ഏരിയ, നമ്മൾ അടുത്ത കിച്ചൺ, ഇതാണ് അടുത്ത കിച്ചൺ. 4 അറ്റ് എ ടൈം നമുക്ക് 8 പാത്രങ്ങൾ വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ ഫ്രിഡ്ജ്, നമുക്ക് 2 ഫ്രിഡ്ജ് ഉണ്ട്. നമ്മളിപ്പോൾ മീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ 2 ഫ്രിഡ്ജിൽ നമ്മളെ റൂം നമ്പർ എത്രയാണോ നമ്മളെ റൂം നമ്പറിൻ്റെ പേരിൽ നമ്മൾ പാക്ക് ചെയ്ത് അതിൽ വെക്കും. അത് മറ്റാരും എടുക്കില്ല കേട്ടോ. ഇതൊക്കെ മോഡേൺ കിച്ചണാണ്. നമുക്ക് ഗ്യാസ് ഇല്ല, നമ്മൾ ഗ്യാസും വിറകടുപ്പൊന്നുമില്ല, ഫുള്ളി ഇലക്ട്രിക് ആണ്, ഫുൾ ടൈം ഇലക്ട്രിക് ആണ്. അതേപോലെ പൈപ്പിൽ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ടൈമിലും ചൂടുവെള്ളവും പച്ചവെള്ളവും ഉണ്ടാവും കേട്ടോ ഗൈസ്. നമ്മൾ ഇടത്തോട്ട് തിരിച്ച് അത് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം കിട്ടും, വലത്തോട്ടാണെങ്കിൽ പച്ചവെള്ളം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ കിച്ചൺ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാട്ടോ. ഇതാണ് നമ്മൾ കിച്ചൺ സെറ്റപ്പ്. കിച്ചൺ ശരിക്കും 10 മണി വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്, പക്ഷേ എല്ലാവരും അവർ ഫ്രീ ആകുന്നതനുസരിച്ച് യൂസ് ചെയ്യും. ഇത് ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്ററാണ് ഗൈസ്. ഓക്കെ, അടുപ്പ്, ചോറ് തിളയ്ക്കുന്നുണ്ട് ഗൈസ്, വെന്തിട്ടില്ല. ചോറ് അണ്ടർ പ്രോസസ്സാണ് ഗൈസ്. അപ്പം കണ്ടന്റ് ക്ഷാമമായതുകൊണ്ട് ഇതൊക്കെ വെച്ച് ഒപ്പിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ഓടി തുടങ്ങിയാൽ നമുക്ക് കണ്ടൻസ് ആവും ഗൈസ്. നമ്മൾ ഓരോ രാജ്യങ്ങൾ കിടക്കുന്നതും ഓരോ സിസ്റ്റം അവിടുത്തെ അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത് ഗൈസ്. കിച്ചൺ ഒന്നും ആരില്ല കേട്ടോ. ഒന്ന് എല്ലാവരും ട്രെയിനിങ് പോയി. ഞാനാ ചോറ് വെക്കൽ, കറി പോലെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോറ് ഞാൻ വെച്ച് ഞാനും പോവും. കറി അവർ വന്നിട്ട് ചിക്കനോ ബീഫറ്റോ വെക്കുമായിരിക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മളെ വാക്ക് വേ. ആ ഫസ്റ്റ് കാണുന്ന ആ റൈറ്റ് സൈഡ് കാണുന്ന ഫസ്റ്റ് മുറിയാണ് നമ്മൾ റൂം നമ്പർ 7. ഇവിടെ നിന്നാണ് ഐ തിങ്ക് റൂം നമ്പർ തുടങ്ങുന്നത്. 1, 2, 3. ഇത് 4, ഇത് 3 ആണ്. 4, 5, 6. ഇപ്പുറത്താണ് 7. നമ്മൾ 7th റൂമാണ് കേട്ടോ. 7, റൂം നമ്പർ 7. ഇതൊക്കെ നമ്മൾ സിറ്റിംഗ് സ്പോട്ട്. ഈ വാക്ക് വേ വൈകുന്നേരം നമ്മളെല്ലാവരും വരുമ്പോൾ കയറിയിരുന്നാണ് ചായ കുടിയും തള്ളു കറിയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഗൈസ്.